ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സാലറി വരെയാണ് എടുത്തു നിർത്തിയത് അല്ലെ. സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സാലറിയും അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റില് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു എംപ്ലോയീസ് നമുക്ക് നൽകുന്ന സേവനങ്ങൾ അല്ലെ, അവർ ചെയ്യുന്ന സർവീസുകൾക്ക് പകരമായി നമ്മൾ ആ എംപ്ലോയീസിന് നൽകുന്ന പ്രതിഫലത്തെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ആ കോമ്പൻസേഷൻ പാക്കേജുമായി ബന്ധപ്പെട്ട് മോണിറ്ററി പരമായിട്ട് പണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നോൺ മോണിറ്ററി കമ്പോണൻസ്, പണപരമല്ലാത്ത അല്ലെങ്കിൽ പണേതരമായിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളും കോമ്പൻസേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് പ്രതിഫലമായിട്ട് നൽകുന്ന ശമ്പളമാവാം, വേതനമാവാം, അതൊക്കെ നമ്മുടെ മോണിറ്ററി ആയിട്ടുള്ളതാണ് കേട്ടോ, പണപരമായിട്ടുള്ളതാണ്. നോൺ മോണിറ്ററി കമ്പോണൻസ് അല്ലെങ്കിൽ ഇൻസെന്റീവ്, മറ്റ് ബെനിഫിറ്റ്സ്, ഇതെല്ലാം ആയിരിക്കും. സോ അതിൽ ഉൾപ്പെടുന്നവയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വേജ് ഓർ സാലറി, dearness and other allowances, incentives, fringe benefits and perquisite. അപ്പൊ അത് വേജ് ഓർ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വേജ് എന്താണെന്ന് പഠിച്ചു അല്ലെ. എന്താണ് വേജ്? എന്താണ് വേജ് എന്ന് പറഞ്ഞാല്? എന്താണ് വേജ് എന്ന് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? വേജ് എന്ന് പറഞ്ഞ എന്താ? എന്താണ് വേജ്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേജ് എന്ന് പറഞ്ഞാൽ സാലറി എന്നുള്ളത് അർത്ഥമല്ല. അല്ലെങ്കിൽ വേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എന്താണ് എംപ്ലോയീസിനാണ് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷനെയാണ് നമ്മൾ വേജ് എന്ന് പറയാം. അവർലി, ഡെയിലി ഓർ വീക്ക്ലി കേട്ടോ. അവർലി, ഡെയിലി ഓർ വീക്ക്ലി ബേസിസില് സർവീസുകൾ നൽകുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ നമുക്ക് നൽകുന്ന എംപ്ലോയീസിന് പ്രതിഫലമായിട്ട്, അതിന് പകരമായി നമ്മൾ നൽകുന്ന പ്രതിഫലത്തെയാണ് വേജ് അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത്. അത് തന്നെ സാലറിയുമായി ബന്ധപ്പെട്ടും ഇതേ ടേം വരുന്നുണ്ട് കേട്ടോ. വേജ് എന്ന് പറഞ്ഞാൽ the term wage refers to the remuneration paid to the workers appointed on hourly, daily or weekly basis കേട്ടോ. അവർലി, ഡെയിലി, അത് വളരെ നിർബന്ധമായിട്ട് നോക്കണേ. അവർലി, ഡെയിലി ഓർ വീക്ക്ലി ബേസിസില് സർവീസുകൾ റെൻഡർ ചെയ്യുന്ന എംപ്ലോയീസിന് റിട്ടേൺ ആയിട്ട്, അവർക്ക് ആ ഒരു പകരമായിട്ട് നമ്മൾ നൽകുന്ന റെമ്യൂണറേഷനെ അല്ലെങ്കിൽ വേതനത്തെ, ഈ പ്രതിഫലത്തെയാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. ഇനി ഈ വേജില് പല പല ജോലിക്ക് അനുസരിച്ച് ഈ വേതനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു. ഒന്നാമത്തത് മിനിമം വേജ്, രണ്ടാമത്തത് ഫെയർ വേജ്, മൂന്നാമത്തത് ലിവിംഗ് വേജ് അല്ലെ. അതില് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം വേതനം അല്ലെ. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേതനം അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും അതായത് അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള വേതനത്തെയാണ് നമ്മൾ മിനിമം വേജ് എന്ന് പറയുന്നത്. അവരുടെ അടിസ്ഥാന ആവശ്യകതകൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള വേതനത്തെയാണ് നമ്മൾ മിനിമം വേജ് എന്ന് പറയുന്നത്. ഈ മിനിമം വേജ് എന്ന് പറയുന്നത് എപ്പോഴും, കാരണം അതുമായി ബന്ധപ്പെട്ട ആക്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദി ഇൻഡസ്ട്രി ടു പേ, ഇൻഡസ്ട്രിക്ക് എത്ര കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആ പേയ്മെന്റ് നൽകാൻ കഴിയുമോ ഇല്ലയോ, അതിന്റെ ശേഷിയൊന്നും നമ്മൾ ഇവിടെ നോക്കുന്നില്ല. മറിച്ച് ആ ഒരു വർക്കറിന് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക രീതിയിലുള്ള ഒരു മിനിമം വേതനം നിർബന്ധമായിട്ടും നൽകിയിരിക്കണം. അത് നിയമമുണ്ട് കേട്ടോ അതുമായി ബന്ധപ്പെട്ട. കമ്മിറ്റി ഓൺ ഫെയർ വേജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ അഭിപ്രായത്തില് ഒരു മിനിമം വേജ് എന്ന് പറഞ്ഞാല് must provide not only for their sustenance of life, അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, അവരുടെ ആ ഒരു കാര്യക്ഷമത നിലനിർത്തുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മിനിമം വേജ് നൽകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പർപ്പസ്, ഒരു മിനിമം വേജില്
കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്സ്, മറ്റു സൗകര്യങ്ങൾ, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്ന മെഷേഴ്സ് കൂടിയാണ്. നമ്മൾ രണ്ടാമത് പഠിച്ചത് ഫെയർ വേജ് ആയിരുന്നു അല്ലെ. ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള ഒരു വേതനം. ഇവിടെ ഫെയർ വേജ് അക്കോർഡിംഗ് ടു ഫെയർ വേജ് കമ്മിറ്റിയുടെ അഭിപ്രായത്തില് ഫെയർ വേജ് എന്ന് പറഞ്ഞാല് ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നതാണ്. അതായത് മിനിമം വേജിനേക്കാൾ മുകളിലുമാണ്, എന്നാൽ ലിവിംഗ് വേജിനേക്കാൾ താഴെയുമാണ്. ഇവ രണ്ടിന്റെയും ഇടയിലായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു വേജ് അല്ലെങ്കിൽ വേതനത്തെയാണ് നമ്മൾ ഫെയർ വേജ് എന്ന് പറയുന്നത്. The fixed between the minimum wage and capacity to pay the എന്താണ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്ക് എത്ര കപ്പാസിറ്റി, ആ ഒരു എംപ്ലോയിക്ക് എത്ര രൂപ അവർക്ക് വേതനമായിട്ട് നൽകാൻ കഴിവുണ്ട്, ആ ഇൻഡസ്ട്രിയുടെ ശേഷി അനുസരിച്ച് ഈ വേതനത്തിന് വർധനവ് ഉണ്ടായേക്കാം. അപ്പൊ അത് എപ്പോഴും മിനിമം വേജിനേക്കാൾ മുകളിലുമായിരിക്കും, എന്നാൽ ലിവിംഗ് വേജിനേക്കാൾ താഴെയുമായിട്ട് ആ ഒരു അതിന്റെ ഒരു മിഡിലായിട്ടായിരിക്കും ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ഈ ഒരു ഫെയർ വേജിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്കറിയാലോ മിനിമം വേജ് ആണ് ലോവർ ലിമിറ്റ്. ആ ഹയർ ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റിയാണ്. എത്ര രൂപ പേ ചെയ്യാൻ ഇൻഡസ്ട്രിക്ക് കഴിവുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിക്ക് കഴിവുണ്ട്, അതാണ് അതിന്റെ അപ്പർ ലിമിറ്റ് വരിക. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ ഫെയർ വേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ തൊഴിലാളിയുടെ അധ്വാനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉത്പാദനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അതുപോലെ തന്നെ പ്രിവെയിലിംഗ് റേറ്റ് ഓഫ് വേജസ് ഇൻ സെയിം ഓർ നെയ്ബറിംഗ് ലൊക്കാലിറ്റി, അവരുടെ ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന നിലവിലെ ആ ഒരു ഏരിയയിലെ ആ ഒരു അയൽ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തോ നിലവിലുള്ള വേതന നിരക്ക് എത്രയാണ് അതിനെ നോക്കും. അതുപോലെ തന്നെ നാഷണൽ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ നിലവാരവും അതിന്റെ വിതരണവും എങ്ങനെയാണ്. അതുപോലെ ആ ഒരു ഇൻഡസ്ട്രി, ദ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി, നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് ഈ ഒരു വ്യവസായത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ സ്ഥാനം എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഘടകങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ഫെയർ വേജ് എപ്പോഴും നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ടു പേ. ആ ഒരു ഇൻഡസ്ട്രിക്ക് ഈ ഒരു പേയ്മെന്റ് നൽകാനായിട്ടുള്ള ശേഷിയുണ്ടോ എന്ന് എപ്പോഴും നോക്കും. അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന റീജിയൻ ഏത് പ്രദേശത്താണ്, ആ പ്രദേശത്ത് മിനിമം ഉള്ള വേതനം എത്രയാണ്, നിലവിൽ അവർ എത്ര വേതനമാണ്, ആ വേതന നിരക്ക് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു ഫെയർ വേജ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത്. ഇനി മൂന്നാമതാണ് ലിവിംഗ് വേജ്. ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ലിവിംഗ് വേജ്? എന്തായിരിക്കും? ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വേതനമാണ് അല്ലെ. ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങൾ, നമുക്ക് കുറച്ച് കംഫർട്ട് ഓഫ് ലൈഫ് ആണ്, സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വേതനമാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും എന്താണ് ലിവിംഗ് വേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു അഭിപ്രായം നോക്കിയതേ മിനിറ്റ്സ് എന്താണ് അക്കോർഡിംഗ് ടു ഫെയർ വേജ് കമ്മിറ്റി. ഫെയർ വേജ് കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഏർണറിന്, ഒരു പുരുഷന് അവര് സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി, അവരുടെ സ്വന്തമായിട്ടും അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടും അവർക്ക് ഈ ഒരു ലിവിംഗ് ഏജ് എന്ന് പറയുമ്പോൾ അവരുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ മുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, അത് കൂടാതെ അവർക്ക് എന്ത് രീതിയിലുള്ള ഒരു കംഫോർട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം കൂടി നൽകുന്നുണ്ട്. അവരുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻസ്, അതുപോലെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൽ ഹെൽത്ത്, അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് സംരക്ഷണം, എസെൻഷ്യൽ സോഷ്യൽ നീഡ്സുമായി ആവശ്യകതകളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓൾഡ് ഏജ് ആകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസുകൾ, ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കംഫോർട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു വേജ് അല്ലെങ്കിൽ വേതനമാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു: മിനിമം വേജ്, അതുപോലെ തന്നെ ഫെയർ വേജ്, അതുപോലെ ലിവിംഗ് വേജ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത് സാലറി ആയിരുന്നു. സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? വേജുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി എന്ന് പറഞ്ഞാൽ the term salary refers to remuneration paid to the employees
അപ്പോയിന്റഡ് ഓൺ മന്ത്ലി ഓർ ആനുവൽ ബേസിസ്. ഈ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുമ്പോ അല്ലെങ്കിൽ മാറിപ്പോവേ. സാലറി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു റെമ്യൂണറേഷൻ paid to the employees appointed on monthly or annual basis. ചോദിക്കാറുണ്ട് കേട്ടോ, മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ബേസിസില് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് അവര് നൽകുന്ന സർവീസുകൾക്ക് പകരമായി നമ്മൾ കൊടുക്കുന്ന വേതനത്തെയാണ് സാലറി അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത്. It refers to monthly rate of pay irrespective of the number of hours put in by employee. എംപ്ലോയി എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നല്ല, നമ്മൾ മന്ത്ലി അവർക്കൊരു റേറ്റ് ഓഫ് പേ ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ടേക്ക് ഹോം സാലറി. ടേക്ക് ഹോം സാലറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാലറി അല്ലെ? ഒരാളതാണ് അല്ലെ ടേക്ക് ഹോം സാലറി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാലറി എന്ന് വെച്ചാൽ അപ്പൊ എന്തായിരിക്കും? വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാലറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ ഒന്നുമില്ലേ? വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാലറി ടേക്ക് ഹോം സാലറി എന്ന് പറയുമ്പോ ഏത് ശമ്പളവും നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ? അപ്പൊ അവിടെ എന്തായിരിക്കും ഒരു പ്രത്യേകത? എന്തായിരിക്കും ഒരു ടേക്ക് ഹോം സാലറി എന്ന് പറയുമ്പോ? എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒന്നുമില്ലേ? എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യേ. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ളത്. എന്തായിരിക്കും ടേക്ക് ഹോം സാലറി എന്ന് പറയുമ്പോ? നമുക്ക് കിട്ടുന്ന സാലറി മുഴുവൻ, ഇപ്പൊ നമുക്കൊരു എന്താണ് ഒരു 70,000 രൂപ സാലറി ഉണ്ട്. അതെ, ഡിഡക്ഷൻസ് ഒക്കെ കഴിച്ചിട്ട് അല്ലെ നമുക്കൊരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ സാലറി ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരുപാട് ഡിഡക്ഷൻസ് കഴിഞ്ഞ് ഒരു തുകയല്ലേ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുപോകാൻ കിട്ടുന്നത് അല്ലേ? ആ ഒരു 25,000 രൂപ മുഴുവനായിട്ട് നമുക്ക് കിട്ടോ? അവിടെ PF ഉണ്ട്, മറ്റ് പ്രീമിയംസോ മറ്റെന്തെങ്കിലും ഇൻഷുറൻസോ ഇൻകം ടാക്സോ അങ്ങനെയുള്ള എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യുന്ന നെറ്റ് എമൗണ്ട് ഓഫ് സാലറി ആണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. മനസ്സിലായോ? 25,000 രൂപ സാലറി വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് നമ്മുടെ PF, മറ്റ് ഇൻഷുറൻസ് പ്രീമിയംസ്, മറ്റ് ഇൻകം ടാക്സ് പേയ്മെന്റുകൾ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാക്കി നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യുന്ന സാലറിയാണ് ടേക്ക് ഹോം സാലറി. ഓക്കെ, ഇറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് സാലറി received by an employee after making all the deductions toward the payment of income tax, LIC premium and contribution to PF, etc. അപ്പോ LIC premium ആവാം, PF ലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആവാം, അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് പേയ്മെന്റ് ആവാം. അങ്ങനെയുള്ള എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് ഒരു എംപ്ലോയിയുടെ കയ്യിലേക്ക് റിസീവ് ചെയ്യുന്ന നെറ്റ് എമൗണ്ട് ഓഫ് സാലറി ആണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. അടുത്തതാണ്. അപ്പൊ ഫസ്റ്റ് വേജ് ഓൺ സാലറി എന്ന് പറയുന്ന ഫാക്ടർ കഴിഞ്ഞു കേട്ടോ. അടുത്തത് DNS അലവൻസ് അല്ലെങ്കിൽ DA. കേട്ടിട്ടുണ്ടോ? DA കിട്ടാന്നൊക്കെ. ക്ഷാമബത്ത കേട്ടിട്ടുണ്ടോ? DNS അലവൻസ് DA. അപ്പൊ നോക്കിയേ, അണ്ടർ സെക്ഷൻ 3 of the Minimum Wages Act, DA is described as cost of living allowance. എന്താണ് ഇപ്പൊ DA എന്ന് പറഞ്ഞാൽ? മിനിമം വേജസ് ആക്ട് സെക്ഷൻ 3 പറയുന്നതാണ് DA എന്ന് പറഞ്ഞാൽ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ്
കോസ്റ്റ് ഓഫ് ലിവിംഗ് ആക്ട് അലോവൻസ് എന്ന് വെച്ചാൽ എന്താ, ജീവിത ചിലവ് അലവൻസ് ആണ് കേട്ടോ. നമ്മുടെ ജീവിത ചിലവ് അലവൻസ് ആണ് DA അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ക്ഷാമബത്ത എന്ന് പറയാം. It is given to protect the real wages of workers during inflation. അപ്പൊ പണപ്പെരുപ്പ സമയത്തൊക്കെ നമ്മുടെ തൊഴിലാളികളുടെ യഥാർത്ഥ വേതനം സംരക്ഷിക്കുന്നതിനാണ് ഈ ഒരു DA നൽകുന്നത്. അപ്പോ അവിടെ ആ ഒരു പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങൾക്ക് ഓരോ ദിനം പ്രതി എന്താണ് വിലകൾ കൂടുമ്പോ അതിനൊക്കെ അനുസരിച്ച് അവരുടെ ജീവിത ചിലവുകൾ അവർക്ക് മാനേജ് ചെയ്ത് പോകാനും അവരുടെ ആ ഒരു യഥാർത്ഥ സാലറി അല്ലെങ്കിൽ യഥാർത്ഥ ആ ഒരു വേജ് അല്ലെങ്കിൽ വേതനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ജീവിത ചെലവ് അലവൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇൻ ഇന്ത്യ ഇറ്റ് ഹാസ് ബിക്കം ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ വേജ് സിസ്റ്റം. നമ്മുടെ വേതന സംവിധാനത്തിൽ ഇന്ത്യയിലെ വേതന സംവിധാനത്തിന്റെ വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ഒരു ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഗവൺമെന്റ് ജോലിക്കാർക്കും സെൻട്രൽ ഗവൺമെന്റ് ജോലിയിലുള്ള ആളുകൾക്കാണ് സാധാരണ നമ്മുടെ ഈ ഒരു DA കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അവരവരുടെ ശമ്പളത്തിന്റെ ഇത്ര ശതമാനമായിരിക്കും എന്ത് ഡിയർനെസ് അലവൻസ് ആയിട്ട് കൊടുക്കുക. അത് അവർക്ക് ഈ പറയുന്ന പോലെ ജീവിത ചിലവിനുള്ള അലവൻസ് ആണ്. അപ്പൊ അവരുടെ യഥാർത്ഥ ബേസിക് സാലറി അല്ലെങ്കിൽ അവർക്ക് എന്താ യഥാർത്ഥ സാലറി അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരുടെ ഇത്തരത്തില് ചിലവുകൾ കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആ ഒരു ബേസിക് സാലറി പ്രൊട്ടക്ട് ചെയ്യാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത്. along with DA other അലവൻസസ് ആയിരിക്കും. അപ്പൊ DA മാത്രമല്ല, അതുകൂടാതെ മറ്റ് രീതിയിലുള്ള ആനുകൂല്യങ്ങളോ ഈ പറയുന്ന ജോലിക്കാർക്ക് ലഭിക്കാറുണ്ട്. അതിൽ ഒരെണ്ണമാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുമ്പോ CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇതൊരു പണപരമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നതാണ്. അത് മനസ്സിലായല്ലോ അല്ലെ? പണപരമായിട്ടുള്ള ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നതാണ്, ഒരു ബെനിഫിറ്റ് കിട്ടുക. സിറ്റിയിൽ റിലേറ്റഡ് ആണ്. അതായത് ഹൈ കോസ്റ്റ്. ഇപ്പൊ നമുക്ക് സിറ്റിയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ലിവിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഹൈ കോസ്റ്റ് ആവശ്യമായിട്ട് വരില്ലേ? വരുമോ? അപ്പൊ അങ്ങനെ ഹൈ കോസ്റ്റ് ഒക്കെ ആവശ്യമായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ജോലി ചെയ്യുന്നത് നമ്മുടെ വില്ലേജിലാണ് വിചാരിക്കും. ഒരു വില്ലേജ് ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു CCA കുറവായിരിക്കും. കാരണം അവിടെ നമുക്ക് ചിലവുകൾ എന്ന് അവിടെ ജീവിക്കാനുള്ള ചിലവാണോ ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലേക്ക് വരുമ്പോ? ആണോ? അല്ല അല്ലെ? അപ്പൊ ഏതൊരു എംപ്ലോയി ആണെങ്കിലും സാധാരണ ഒരു എംപ്ലോയീസ് നമ്മുടെ ഒരു ഓഫീസിന്റെ ഒരു 7 കിലോമീറ്ററിനുള്ളിൽ എന്താണ് താമസിച്ച് ജോലി ചെയ്യണം എന്നൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇപ്പൊ ദൂരെ നിന്ന് വരുന്ന അന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു സിറ്റിയിൽ തന്നെ താമസിച്ച് ഈ ഒരു ഓഫീസിലേക്ക് വരേണ്ടതായിട്ട് വരാം. സോ അപ്പൊ അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഈ CCA കുറവാണ്. കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു അർബൻ ഏരിയയിലെ അല്ലെങ്കിൽ ഒരു സിറ്റിയിലെ പോലെയുള്ള മറ്റു രീതിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. അപ്പൊ അവർക്ക് ഈ CCA കുറവായിരിക്കും. അതേസമയം ഒരു സിറ്റിയിലോ അർബൻ ഏരിയയിലോ ഒക്കെ താമസിക്കുന്ന ഏരിയാസിലൊക്കെയാണ് അവർ എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർക്ക് നല്ല രീതിയിലുള്ള ഹൈ കോസ്റ്റ് ലിവിങ് ആവശ്യമായി വരുന്നുണ്ട്, ചിലവുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് CCA കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തതാണ് ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ് എന്തായിരിക്കും? അപ്പോ പേരിൽ നിന്ന് തന്നെ അറിയാലോ, റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അത് ഈ ബാങ്ക് ജോലിക്കാർക്കൊക്കെ കണ്ടുകാണും. ഈ ഹൗസ് റെന്റ് അലവൻസ് ഒക്കെ ഉണ്ട് അവർക്ക്, കണ്ടിട്ടുണ്ടോ? അവർക്ക് ബാങ്കിന്റേതായിട്ടുള്ള എന്താണ് അവരുടെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് അവർക്ക് തൊട്ടടുത്ത് ബാങ്കിന്റെ ഇത്ര കിലോമീറ്ററിനുള്ളിലായിട്ട് ഏതെങ്കിലുമൊക്കെ വീടുകൾ വേണമെങ്കിൽ ദൂരെ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാവുമല്ലോ, അടുത്തുള്ളവർ തന്നെയാണെന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും റെന്റഡ് ഹൗസ് ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്കീം. അപ്പൊ അത് അവരുടേതായിട്ടുള്ള ചിലപ്പോ ഇപ്പൊ ക്വാർട്ടേഴ്സുകൾ ഉണ്ടാവും. കേട്ടിട്ടില്ലേ ഇങ്ങനെ? ഇപ്പൊ ഓരോ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. കമ്പനിയുടെ എല്ലാ കെയർ ഓഫിലുള്ള ക്വാർട്ടേഴ്സ് ഉണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പേയ്മെന്റ് ഒന്നും ഇല്ലാതെ അവർ എത്ര നാൾ അവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ തന്നെ താമസിക്കാം അല്ലെ? അതേസമയം
അല്ല അവർക്ക് ഒരു റെന്റഡ് ആയിട്ട് താമസിക്കണം, ഇനി അവിടുത്തെ സൗകര്യങ്ങൾ പോരാ, അല്ലെങ്കിൽ അവിടെ അത്ര എല്ലാവർക്കും അക്കോമഡേറ്റഡ് ആണ്, ഫുൾഡ് ആണ്, ഫില്ലാണ് എന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു റെന്റഡ് ആയിട്ടുള്ള ഹൗസോ കാര്യങ്ങളോ എടുത്താൽ അതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ആ ഒരു സ്ഥാപനമായിരിക്കും വഹിക്കുക. അപ്പൊ അതിനുള്ള അസിസ്റ്റന്റ്, ലിവിംഗ് റെന്റഡ് ആയിട്ടുള്ള ഹൗസിൽ താമസിക്കുന്ന എംപ്ലോയീസിനുള്ള അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് ഹൗസ് റെന്റ് അലവൻസ് അല്ലെങ്കിൽ HRA എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെഡിക്കൽ അലവൻസ്. അതറിയാലോ, മെഡിക്കൽ പരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അവർക്ക് മാത്രമല്ല അവരുടെ ഡിപെൻഡൻസിനും എന്ത് ചെയ്യുന്നുണ്ട്, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ അലവൻസ് അല്ലെ, അവരുടെ കുട്ടികൾക്ക് കൊടുക്കാറില്ലേ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു പണം ഗവൺമെന്റ് ആണ് അടയ്ക്കുക. അപ്പൊ അത്തരത്തിലുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. അത് ഓരോ എംപ്ലോയീസിന്റെ ജോബിനനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. എല്ലാ മേഖലയിലും, പ്രൈവറ്റ് ആയിട്ടുള്ള മേഖലയിലൊന്നും ഇത് അങ്ങനെ ഉണ്ടാവാറില്ല. കുറച്ചുകൂടി ഗവൺമെന്റ് സർവീസുകളും കാര്യങ്ങളും വരുമ്പോഴാണ് എഡ്യൂക്കേഷൻ അലവൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. എഡ്യൂക്കേഷൻ അലവൻസ് അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും അത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ അലവൻസ്. കൺവീനിയൻ അലവൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോ കൺവീനിയൻ അലവൻസ് എന്തായിരിക്കും? ട്രാവൽ എക്സ്പെൻസ് അല്ലെ, അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് എന്താണ് ആ ഒരു എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ഒരു വർക്ക് പ്ലേസിലേക്കുള്ള ബിറ്റ്വീൻ ഹോം ആൻഡ് വർക്ക് പ്ലേസ് അല്ലെ, അതിനിടയിലേക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം, അതിനനുസരിച്ച് അവർക്ക് ട്രാവൽ എക്സ്പെൻസ് ഡെയിലി എത്ര രൂപ വേണം, അതുമായി ബന്ധപ്പെട്ട ഒരു എമൗണ്ട് അവർക്ക് ആ ഒരു ട്രാവൽ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതിനെയാണ് എന്താണ് കൺവീനിയൻസ് അലവൻസ് എന്ന് പറയുന്നത്. Are also form the part of compensation package. ഇതെല്ലാം നമ്മുടെ compensation package വരുന്ന കാര്യങ്ങളാണ്. Then, however, inclusions of all these elements in the compensation depends on nature and type of job, content of job, place of job, terms and condition of appointment, capacity of employer, etc. അപ്പൊ ഇത്തരത്തില് ഈ ഒരു കോമ്പൻസേഷൻ കൊടുക്കുക എങ്ങനെയുള്ള പ്രതിഫലം കൊടുക്കണമെന്നത് ആ ഒരു ജോലിയുടെ തരം എങ്ങനെയാണ്, ആ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ ഒരു ജോലിയുടെ ഉള്ളടക്കം എന്ത് തരം ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട ആ ഒരു അപ്പോയിന്റ്മെന്റിൽ തന്നെ നമുക്ക് തരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ആ ഒരു തൊഴിലുടമ അല്ലെങ്കിൽ എംപ്ലോയർ നമുക്ക് ആരാണോ തൊഴിൽ തരുന്നത് അവരുടെ കഴിവിനനുസരിച്ചൊക്കെയാണ് ഇതില് വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതൊക്കെ അലവൻസുകൾ ആ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടണം എന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ബേസിക് ആണ് തീരുമാനിക്കുക. അപ്പൊ എല്ലാ ജോലിക്കും ഈ പറയുന്ന എല്ലാ അലവൻസുകളും ഉണ്ടാവണം എന്നില്ല കേട്ടോ, അത്തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവണം. അത് ആ ജോലിയുടെ സ്വഭാവം, അതിന്റെ തരത്തിലുള്ള ജോലിയാണ്, അതുപോലെ ജോലി ചെയ്യുന്ന ജോലിയുടെ ഉള്ളടക്കം എന്താണ്, അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്താണ്, ആ എംപ്ലോയറിന്റെ കഴിവ്, കപ്പാസിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഇതിൽ ഏതൊക്കെ അലവൻസുകൾ എംപ്ലോയീസിന് കൊടുക്കണമെന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്, ആ ഒരു കോമ്പൻസേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് പറഞ്ഞാൽ ക്ഷാമബത്താനാണ്. അണ്ടർ സെക്ഷൻ 3 ഓഫ് മിനിമം വേജസ് ആക്ടിന്റെ സെക്ഷൻ 3 ഈ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്ഡ് ആസ് കോസ്റ്റ് ഓഫ് ലിവിംഗ് അലവൻസ്, നമ്മുടെ ജീവിത ചെലവ് അലവൻസിനെയാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ടു പ്രൊട്ടക്ട് ദ റിയൽ വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഡ്യൂറിംഗ് ഇൻഫ്ലേഷൻ. അപ്പൊ ഇവിടെ ശരിക്കും വർക്കേഴ്സിന്റെ ആ ഒരു റിയൽ വേജ്, യഥാർത്ഥ വേതനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. ഇറ്റ് ബിക്കം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് വേജ് സംവിധാനത്തിന്റെ ഒരു ഇന്റഗ്രൽ അല്ലെങ്കിൽ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണിത്. ഡിയർ കൂടാതെ സിറ്റി കോമ്പൻസേഷൻ അലവൻസുകളുണ്ട്, CCA, ഹൗസ് റെന്റ് അലവൻസ്, HR, ഇതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. CCA സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, അതുപോലെ തന്നെ HRA ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, കൺവീനിയൻ അലവൻസ് മുതലായവയ്ക്ക് കോമ്പൻസേഷൻ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ഏതൊക്കെ അലവൻസുകളോ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു കോമ്പൻസേഷനിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ആ ജോലിയുടെ സ്വഭാവം, ജോലിയുടെ തരം, ജോലിയുടെ ഉള്ളടക്കം, ആ ഒരു പ്ലേസ് ഓഫ് ജോബ് എവിടെയാണ് ജോലി ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ്, ആ എംപ്ലോയറുടെ കപ്പാസിറ്റി, ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനിക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഡിയർനെസ് അലവൻ.
ഓക്കെ അല്ലേ? ഓക്കെ ശരി. നെക്സ്റ്റ് വൺ ആണ്, തേർഡ് വൺ ആണ് ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ് പ്രോത്സാഹനങ്ങൾ നൽകുക അല്ലെ. ഇൻസെന്റീവ് നമ്മൾക്ക് അറിയാമത് ഇൻസെന്റീവ്സുകൾ നമ്മുടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന് കിട്ടാറുണ്ട്. ഇൻസെന്റീവ് ഇസ് എ റിവാർഡ് paid in addition to wages, whether monetary or not, that motivate or compensate an employee for performance above the standard. നോക്കിയേ, ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലമാണ്. അഡീഷൻ ടു വേജസ് അല്ലെങ്കിൽ വേതനം കൂടാതെ അല്ലെ, വേതനം കൂടാതെ ചിലപ്പോൾ പണപരമായിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ ആവാം, അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പണപരമല്ലാത്ത രീതിയിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങള് വേതനം കൂടാതെ എംപ്ലോയീസിന് നൽകുന്നതിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. That motivate or compensate an employee for performance above the standard. ഇത്തരത്തിൽ നമ്മള് ശമ്പളം അല്ലെങ്കിൽ വേതനം അല്ലാതെ തന്നെ നമ്മൾ അതിന് പുറമെ ഇത്തരത്തിലുള്ള ഇൻസെന്റീവുകൾ കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്റ്റാൻഡേർഡ് എബോവ് ദ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് ആ ഒരു നിലവാരത്തിന് മുകളിൽ നമുക്ക് ആവശ്യമായ ആ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ നിലവാരത്തിന് മുകളിലേക്ക് എംപ്ലോയീസിന്റെ പെർഫോമൻസ് കൊണ്ടുവരാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് അത്തരത്തില് ഈ ഒരു ഇൻസെന്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നുണ്ട്. The payment of incentive depends on productivity, sales and profit of the organization. അപ്പൊ ആ ഒരു പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഓർഗനൈസേഷന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അവിടെ സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന എത്രത്തോളം നടന്നിട്ടുണ്ട്, അതുപോലെ ഓർഗനൈസേഷൻ അതിലൂടെ എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടിയിട്ടുണ്ട്, അതിനെ അടിസ്ഥാനമാക്കി അതിനെ ആശ്രയിച്ചാണ് അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേജസിന് പുറമെ അവർക്ക് കൊടുക്കുന്ന വേതനത്തിന് പുറമെ അവരുടെ ആ ഒരു മൊണറ്ററി ആവാം, പണപരമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ പണപരമേതരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കുന്നത്, എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. അതിലൂടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ നിലവാരം വളരെ നിലവാരത്തിന് മുകളിൽ, നല്ല സ്റ്റാൻഡേർഡിന് മുകളിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് ഇതിലൂടെ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നുണ്ട്. പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ്, ഈ ഇൻസെന്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് കൊടുക്കുന്നത് എന്നത് ആശ്രയിക്കുന്നത് ആ ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത എത്രത്തോളം ഉണ്ടായിരുന്നു, അവിടെയുള്ള സെയിൽസ് അല്ലെങ്കിൽ വിൽപ്പന എത്രത്തോളം നടന്നു, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ എത്രത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടി, അതിനനുസരിച്ചാണ് എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നത്, ഇൻസെന്റീവുകൾ കൊടുക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ്, ഫോർത്ത് വൺ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് ഒരു കേൾക്കാത്ത പോലെ? പഠിച്ചിട്ടുണ്ട്.
എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? എന്താണ് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്? എന്താണ് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്? പഠിച്ച കാര്യം ഒന്ന് ഓർത്തെടുത്ത്. എന്താണ് ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്? അവർക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ വേജ് ആണോ? ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? മറന്നുപോയോ ആ ചാപ്റ്റർ എടുത്തതും? ഓർക്കുന്നില്ല? കമ്പനി നൽകുന്ന എക്സ്ട്രാ സാലറി, അതായത് വേതനത്തിന് പുറമെ അവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ് അല്ലെ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതെ, സപ്ലിമെന്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് any of a variety of non-wage or supplemental benefits that employees receive in addition to their regular wages. അവർക്ക് കിട്ടുന്ന പതിവ് വേതനത്തിന് പുറമെ അവർക്ക് ഓൾറെഡി അവർക്ക് റെഗുലർ ആയിട്ടുള്ള വേജ് കിട്ടുന്നുണ്ട് അല്ലെ? എംപ്ലോയി ആണെങ്കിലും അവർക്ക് പതിവായിട്ടുള്ള ഒരു വേതനം കിട്ടുന്നുണ്ട്. ആ പതിവായിട്ടുള്ള റെഗുലർ വേജ് അല്ലെങ്കിൽ ആ പതിവായ വേതനത്തിന് പുറമെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവർക്ക് നൽകുന്ന വിവിധ തരത്തിലുള്ള വേതനേതരമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് അല്ലെ? ലഭിക്കുന്ന വിവിധ തരം വേതനേതര അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് ജനറൽ ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദീസ് ഇൻക്ലൂഡ് സച്ച് എംപ്ലോയി ബെനിഫിറ്റ്സ് ആർ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? പ്രൊവിഡന്റ് ഫണ്ട്, PF, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേയ്സ്, ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, പെൻഷൻ എക്സെട്ര. അപ്പൊ നമുക്ക് പതിവായി കിട്ടുന്ന വേതനമല്ലാതെ അതിന് പുറമെ അവർക്ക് വേതനേതരമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി അനുബന്ധമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അപ്പൊ അതില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? നോക്കിയേ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എംപ്ലോയീസിന് കിട്ടുക? പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട റിലീഫ് അല്ലെങ്കിൽ ആശ്വാസം, പെയ്ഡ് ഹോളിഡേസ് അല്ലെ, ശമ്പളത്തോടുള്ള അവധി, അതുപോലെ ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, പെൻഷനുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ വരുന്ന എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഇവയൊക്കെ വായിച്ചു നോക്കിയത്. ഓക്കെ, വെച്ച് കഴിഞ്ഞല്ലോ അല്ലെ? നെക്സ്റ്റ് വൺ ആണ് പെർക്വിസൈറ്റ്. പെർക്വിസൈറ്റ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. Perquisites, also called perk, are the special benefits made available only to the top executive of an organization. എന്താണ്? The perks are the special benefits made available only to the top executive of an organization. ഒരു സ്ഥാപനത്തിലെ ഉന്നത എക്സിക്യൂട്ടീവുകൾക്ക് മാത്രം ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളാണ് പെർക്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലെ ഉന്നത എക്സിക്യൂട്ടീവുകൾക്ക് മാത്രം ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് പെർക്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് മേ ഇൻക്ലൂഡ് കമ്പനി കാർ. നമുക്കറിയാമോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല ടോപ്പ് എക്സിക്യൂട്ടീവുകളാണെങ്കിൽ അവർക്ക് കമ്പനിയുടെ കാറൊക്കെ ഉണ്ടാവും. കണ്ടിട്ടില്ലേ അത്?
എവിടെയാണോ അവർ ജോലി ചെയ്യുന്നത് അവര് തന്നെ കമ്പനിയുടെ കാർ കൊടുക്കും, ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസുകൾ കൊടുക്കൂലേ? ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസുകൾ കൊടുക്കും. സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ആ ഒരു എംപ്ലോയിക്ക് ഈ ഒരു സ്കീമിലൂടെ ഒരു റൈറ്റ് കിട്ടാണ്, അതായത് ഇക്വിറ്റി കോമ്പൻസേഷൻ ആണ്, അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നും പറയാം. ഇവിടെ എംപ്ലോയീസിന് ഒരു റൈറ്റ് കിട്ടാണ്, അതായത് ആ ഒരു കമ്പനിയുടെ സ്പെസിഫിക് നമ്പർ ഓഫ് കമ്പനിയുടെ ഷെയർസ് അത് പർച്ചേസ് ചെയ്യാനത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഫിക്സഡ് പ്രൈസില് ആഫ്റ്റർ സർട്ടൺ പീരീഡ് അവർ വർക്ക് ചെയ്ത് ആ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈം അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നിലയിൽ ഒരു ഫിക്സഡ് റേഞ്ചില് അവർക്ക് ആ ഒരു കമ്പനിയുടെ സ്പെസിഫിക് നമ്പർ ഓഫ് കമ്പനി ഷെയറുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ അധികാരമാണ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമിലൂടെ നൽകുന്നത്. അതുപോലെ ബന്ധപ്പെട്ട ക്ലബുകളുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വങ്ങൾ ലഭിക്കുന്നു. പെയ്ഡ് ഹോളിഡേ അവധി ദിവസങ്ങള് എന്താണ് ശമ്പളത്തോടു കൂടിയുള്ള അവധി ദിവസങ്ങൾ കിട്ടുന്നു. ഇതെല്ലാം ഒരു സ്ഥാപനത്തിൽ ഉന്നത എക്സിക്യൂട്ടീവുകൾക്ക് മാത്രം ലഭ്യമാകുന്ന പ്രത്യേക ആനുകൂല്യങ്ങളാണ്. അത്തരത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങളെയാണ് നമ്മള് പെർക്വിസിറ്റ് അല്ലെങ്കിൽ പെർക്ക് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്? കമ്പനിയുടെ കാറ് ലഭ്യമാകുന്നു, ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസുകൾ അവർക്ക് നൽകുന്നു, സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്പെസിഫിക് നമ്പർ ഓഫ് കമ്പനീസിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അധികാരം നൽകുന്നു. അതുപോലെ തന്നെ ക്ലബ് മെമ്പർഷിപ്പുകൾ ഉൾപ്പെടുത്തുന്നു, പെയ്ഡ് ആയിട്ടുള്ള ഹോളിഡേസ് ശമ്പളത്തോടു കൂടിയുള്ള അവധികളും അവർക്ക് നൽകുന്നു. ഇത്തരത്തിലുള്ള നല്ല ഉയർന്ന രീതിയിലുള്ള ആനുകൂല്യം, പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ഓർഗനൈസേഷന്, ടോപ്പ് എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ ഉന്നത അധികാരികൾക്ക് നൽകുന്നതിനെയാണ് പെർക്വിസിറ്റ് അല്ലെങ്കിൽ പെർക്സ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ പറയുന്നത്. കോമ്പൻസേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അക്കോർഡിംഗ് ടു ദ ജെയിൻ, the number of factors influence the remuneration payable to employee. ഇപ്പോ ജെയിന്റെ അഭിപ്രായത്തില് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് എംപ്ലോയീസിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസിന് നൽകുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് they can be categorized into external and internal factors. അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തില് the number of factors influences the remuneration payable to employees. എംപ്ലോയീസിന് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പ്രതിഫലവുമായി ബന്ധപ്പെട്ട ഘടകം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് ജെയിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് എക്സ്റ്റേണൽ ആൻഡ് സെക്കൻഡ് വൺ ആണ് ഇന്റേണൽ. ആ പേര് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് കാറ്റഗറി രണ്ടായിട്ടാണ് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അപ്പൊ അതിന് ഫസ്റ്റ് വൺ നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ following are external factors which influence compensation. കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ലേബർ മാർക്കറ്റ്, തൊഴിൽ വിപണി. നോക്കിയേ, ലേബർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ ഇൻഫ്ലുവൻസസ് ദ ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി. അപ്പൊ എപ്പോഴും തൊഴിലാളികളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യകതകൾ അല്ലെ, ഒരു തൊഴിലാളികളുടെ ആവശ്യകതയും അതുപോലെ തന്നെ അവരുടെ വിതരണവും എല്ലാം അവരുടെ സാലറി അല്ലെങ്കിൽ വേജ് ആൻഡ് സാലറി, അവരുടെ ശമ്പളത്തിന്റെയും വേതനത്തിന്റെയും നിർണയത്തിലെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിർണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ,
എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ തൊഴിലാളിയുടെ ആവശ്യകത. അപ്പൊ അവിടെ എന്താണ്? എപ്പോഴും a lower wage was fixed when the labor demands were less than the labor supply. എന്തെങ്കിലും മനസ്സിലായോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു പൊസിഷനിലേക്ക് ഒരു ജോലി വേക്കൻസി വന്നു. അവിടേക്ക് ഇപ്പൊ ഒരു 5 വേക്കൻസി അല്ലെങ്കിൽ ഒരു 2 വേക്കൻസി ആണ് ഉള്ളത്. ആ 2 വേക്കൻസിയിലേക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടോ? ഒരുപാട് പേര് അപ്ലൈ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അവിടെ അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലേബറിന്റെ ആവശ്യം എന്ന് പറയുന്നത് 2 ആള് മാത്രം അവർക്ക് ആവശ്യമായി മതി അല്ലെ? 2 ആള് ആവശ്യമായി മതി. പക്ഷെ അവിടെ വിതരണം ചെയ്യുന്ന, അതായത് അവിടെ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കൂടുതലുമാണ് അല്ലെ? എപ്പോഴും ഡിമാൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് ലേബേഴ്സിന്റെ വിതരണമെങ്കിൽ അല്ലെങ്കിൽ ലേബേഴ്സ് വരുന്നതെങ്കിൽ അവിടെ വേജ് കൂടുമോ കുറയുമോ? ഇപ്പൊ ഒരു ജോലി ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഏരിയയില് ഒരു ജോലി ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വേതനത്തിന്, ആ ഒരു ജോലിയുടെ വേതനം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കുറവായിരിക്കും? എന്നാലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മുടെ ഏരിയയിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലിയുണ്ട്. നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും, ഇപ്പൊ ഒരു പറമ്പിൽ എന്തെങ്കിലും പണിയെടുക്കണം. പറമ്പിൽ ഒരു പണി എടുക്കണമെങ്കിൽ നമ്മുടെ ഏരിയയിൽ ഒരുപാട് പേര് ഈ പണിക്ക് പോകുന്ന ചേട്ടന്മാരുണ്ട്. അപ്പൊ അവരില് ആര് വിളിച്ചാലും ഈ ജോലി ചെയ്യും, ചെയ്യില്ലേ? അപ്പൊ അവിടെ ലേബേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാ? ആ ഒരു ജോലിയുടെ ഡിമാൻഡിനനുസരിച്ച് ലേബേഴ്സിന്റെ എണ്ണം എങ്ങനെയാ? ഒരാൾ നമുക്ക് മതി, പക്ഷെ അവിടെ ലേബേഴ്സിന്റെ എണ്ണം കൂടുതലല്ലേ? അല്ലേ? നമുക്ക് അതിന് അവൈലബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലല്ലേ? ആണ്. അപ്പൊ ആ ഒരു ജോലിക്ക് ശമ്പളം കൂടുതലായിരിക്കുമോ അതോ അവര് കുറവായിരിക്കുമോ ആവശ്യപ്പെടാൻ വരുന്ന ആള്? ഒരുപാട് കൂടുതൽ ആവശ്യപ്പെടുവോ? കൂടുതൽ ആവശ്യപ്പെടില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ആവശ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് കൂടുതൽ ആവശ്യപ്പെടാത്തത് അവര്? നമുക്ക് ഈ ഒരാളെങ്കിൽ മറ്റൊരാളെ കിട്ടും അല്ലേ? നമ്മൾ ഈ ഒരാളെങ്കിൽ മറ്റൊരാളെ കിട്ടും എന്നറിയാവുന്നത് കൊണ്ടാണ് അല്ലെ നമ്മൾ കൂടുതൽ കൊടുക്കാത്തത്. എന്തുകൊണ്ടാ? ഈ ആള് കൂടുതൽ ചോദിച്ചാൽ നമ്മൾ ആ ആളെ ഒഴിവാക്കി അടുത്ത കുറവുള്ള ആളെ വിളിക്കും, ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലായിടത്തെയും കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നൊക്കെ നമ്മളിപ്പോ പുറത്തു പോയ കുട്ടികളോടൊക്കെ ചോദിച്ചറിയാൻ പറ്റും. ഒരുപാട് പേര് പുറത്തേക്ക് പോയിട്ടുണ്ട് അല്ലെ? ജോലിക്ക് വേണ്ടിയിട്ടും പഠിത്തവും സ്റ്റഡീസുമായി ബന്ധപ്പെട്ടാണെങ്കിലും പാർട്ട് ടൈം ജോലി എടുക്കാന്നൊക്കെ പറഞ്ഞ് ജർമ്മനി, കാനഡ അങ്ങനെയുള്ള സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടില്ലേ? കൺട്രീസിലേക്ക് പോയിട്ടുള്ള കുറെ കുട്ടികളില്ലേ? ഇപ്പൊ അവിടെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി വിസ എന്നൊക്കെ പറഞ്ഞുള്ള വിസാസും കാര്യങ്ങളും വന്നതോടുകൂടി ഒരുപാട് പേര് അവിടെ എത്തി അല്ലെ? ഒരു എക്സാമ്പിൾ പറയുന്നതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? കിട്ടിയാൽ തന്നെ അവിടെ സാലറി കുറവാണെന്നല്ലേ ഇവര് പറയുന്നത് അല്ലെ? കാരണം എന്താ? ജോലിക്ക് വേണ്ടി ആവശ്യമുള്ള ആളുകളുടെ എണ്ണം കൂടി അല്ലെ? അത്തരത്തിലുള്ള എല്ലാവരും നമുക്ക് അവിടെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കുമ്പോൾ തന്നെ ഇത്തരം ആളുകൾ പുറമെ നിൽക്കുന്നത് കൊണ്ട് സാലറിയും കുറവായിരിക്കും തരാം അല്ലെ? ആ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നോ? അപ്പൊ നേരെ നിങ്ങൾ തിരിച്ചു ചിന്തിച്ചു നോക്കി. നേരെ ഇനി ഓപ്പോസിറ്റ് ആയിട്ടോ നമ്മൾ പറയുന്നത്. ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ വേണം. അത്തരത്തിലൊരു ജോലിയാണ് നമ്മുടെ മുൻപിലുള്ള ഡിമാൻഡ്. നമുക്ക് ആ ഒരു ജോലിയിലേക്ക് ആള് ആവശ്യമായിട്ടുണ്ട്. നല്ല സ്കില്ലും കാര്യങ്ങളും അതിന് വേണം. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിച്ച ആളുകളുടെ എണ്ണം കുറവാണ്. അങ്ങനെ കുറവാണെങ്കിൽ ആ ജോലിക്ക് അവരുടെ ശമ്പളം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും കൂടുതലായിരിക്കും? ആ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുടെ ശമ്പളം എങ്ങനെയായിരിക്കും? നല്ല സ്കില്ലുള്ള ഒരു ജോലിയാണ്, നല്ല കഴിവുകൾ വേണം ആ ഒരു ജോലിയിലേക്ക്. ആ പർട്ടിക്കുലർ സ്കിൽ ഓഫ് ലേബർ അല്ലെങ്കിൽ ആ ഒരു സ്കില്ലുള്ള തൊഴിലാളിയെ വേണം. അങ്ങനെയുള്ള തൊഴിലാളികളുടെ എണ്ണം കുറവുമാണ്.
അങ്ങനെയാണെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട വേതനം കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? കൂടുതലായിരിക്കും അല്ലേ? കാരണം എന്താ? അത്തരത്തിൽ സ്കില്ലുള്ള ആളെ നമുക്ക് കിട്ടാനില്ല അല്ലെ? ക്ഷാമമാണ് അവിടെ, ശരിയല്ലേ? അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുള്ള ആളുടെ ക്ഷാമമുണ്ട്, അല്ലെങ്കിൽ അവരെ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടുന്ന ആളെ അവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പേയ്മെന്റ് കൊടുക്കും, ഇല്ലേ? കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ട്രെൻഡ് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഇതാവുന്ന ഐഡിയ കിട്ടിയോ? കിട്ടിയോ? പറഞ്ഞത് കിട്ടിയോ? എന്നാ മാത്രമേ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവുള്ളേ. നോക്കിയപ്പോ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. അവിടെ ആ ഒരു ജോലിക്കുള്ള ഡിമാൻഡ്, ആ ഒരു ജോലിയുടെ ആവശ്യകത, അതുപോലെ തന്നെ അവിടെ എത്രത്തോളം ലേബേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആ ഒരു എണ്ണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. തൊഴിലാളികളുടെ എണ്ണവും ആ ജോലിയുടെ ഡിമാൻഡും നോക്കി, അത് തമ്മില് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസസ് ദ ഫിക്സേഷൻ ഓഫ് വേജ്. അപ്പൊ നമ്മൾ എപ്പോഴും വേതനം അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്കിനുള്ള സാലറി അല്ലെങ്കിൽ അവരുടെ വേജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് ഈ രണ്ട് കാര്യങ്ങളും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാവുന്നോ? എത്ര നമ്പർ ഓഫ് വേക്കൻസി അല്ലെങ്കിൽ അവിടെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ് വേണ്ടത് അത് നോക്കും. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ലഭ്യത എത്രത്തോളം ഉണ്ട്, എംപ്ലോയീസിന് ഈ ഒരു ജോലിയിലേക്ക് നമുക്ക് കിട്ടാൻ എളുപ്പമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വേജ് ആൻഡ് സാലറി ഫിക്സ് ചെയ്യുമ്പോൾ അവരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് അവർ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള സാലറി അല്ലെങ്കിൽ വേതനങ്ങൾ ഫിക്സ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയോ? ആ ഒരു പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. A lower wage was fixed when the labor demand were less than the labor supply. അതായത് ഇവിടെ ലോവർ വേജ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, കുറഞ്ഞ വേതനമാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും കണ്ടീഷൻ? The labor demand were less than the labor supply. അതായത് രണ്ട് ജോലി, രണ്ട് വേക്കൻസി ഉള്ളൂ. അപ്പൊ ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ടെണ്ണല്ലേ അല്ലെ? രണ്ട് ജോലിക്കാരെ മതി നമുക്ക്. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ലേബേഴ്സ്, ആ ഒരു ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ലേബർ സപ്ലൈ. അതായത് ലേബേഴ്സിനെ കിട്ടുന്നതിന്റെ എണ്ണത്തേക്കാൾ വളരെ കുറവാണ് ലേബർ ഡിമാൻഡ്. അപ്പൊ ഒരു 10ഓ 20ഓ 100ഓ പേര് അപ്ലൈ അതിന് ചെയ്യാനുണ്ടാവും. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു ജോലിയാണെങ്കിൽ അപ്പൊ അവിടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ മതി അതില് അല്ലെ? അപ്പൊ ഈ രണ്ടുപേരെ എടുക്കാന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വേതനത്തിലല്ലേ അപ്പൊ അവർ എടുക്കുള്ളൂ അല്ലേ? കാരണം ഇവര് പോയാലും നമുക്ക് ഇഷ്ടംപോലെ പേര് ആ ജോലിക്ക് വരാറുണ്ട്, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇവര് പോയാലും ഒരുപാട് പേര് നമുക്ക് ആ ജോലിയിലേക്ക് ഇനിയും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കുറവാണ് അല്ലെ? ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഡിമാൻഡ്, അല്ലെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊന്നും ആവണമെന്നില്ല. നമുക്ക് ഈ ഒരു രണ്ടുപേരല്ല, ഒരു അടുത്ത ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരെ കിട്ടാൻ നമുക്ക് അടുത്ത ആളുകളിൽ കിട്ടാനായിട്ട് ഒരുപാട് പേര് പുറത്ത് വെയിറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേറുന്ന ആളുകൾ മാക്സിമം അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിലാവുമ്പോൾ നമ്മുടെ വേതനത്തിന് ലോവർ വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അതേസമയം നേരെ തിരിച്ച് നോക്കിയേ, നോക്കുക, ഇറ്റ് ഹാപ്പൻഡ് ആസ് ഇൻ കേസ് ഓഫ് സ്കിൽഡ് ലേബർ ആണെങ്കിൽ a higher wage will have to be paid when the labor demand more than labor supply. ഇപ്പൊ നമുക്ക് ഒരു 2ഓ 3ഓ പേര്, ഒരു 3ഓ 4ഓ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ വേണം. അത്തരം കേസുകളിൽ അവർക്ക് നല്ല സ്കില്ലുള്ള ആളുകളെയാണ് ആവശ്യം. അപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് ആ 10 പേര് കിട്ടാനില്ല. മനസ്സിലാവുന്നോ? ആ 10 പേര് നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് കിട്ടാനില്ല, വളരെ കുറവാണ് അത്തരത്തിലുള്ള ആളുകള്. അങ്ങനെയാവുമ്പോ അവർക്ക് മാക്സിമം ലേബർ അല്ലെങ്കിൽ മാക്സിമം വേജ് കൊടുക്കാനല്ലേ ശ്രമിക്കുക അല്ലെ? അപ്പൊ അവിടെ എന്തായിരിക്കും? ഹയർ വേജ് ആയിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യാന്ന്. മനസ്സിലായോ? മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതൊന്ന് ആദ്യം ഗ്രാസ്പ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. Then a paradoxical situation is prevailing in our countries. Excessive unemployment is being juxtaposed with a shortage of skilled laborers.
അപ്പൊ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് എന്താണ് പറയാ, ഒരുപാട് വിരോധാഭാസങ്ങൾ നമ്മുടെ ഈ ഒരു കൺട്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് എക്സസീവ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട് പേര് തൊഴിൽ രഹിതരായിട്ട് നിൽക്കുന്നില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിന്റെ എണ്ണത്തിൽ കുറവുമാണുള്ളത് അല്ലെ? സോ അവിടെ വരുമ്പോ ആ ഒരു വേജസിൽ തമ്മില് ഫിക്സ് ചെയ്യുന്നതിലൊക്കെ ഇതേ വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓവർ സപ്ലൈ ഓഫ് ലേബർ ആണ്, ഒരുപാട് ലേബേഴ്സ് ഉണ്ട് എങ്കിൽ അവിടെ ആ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റിയും അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറവായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ വേജും ആയിരിക്കും. അതേസമയം നല്ല സ്കില്ലുള്ള വർക്കർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ അവർക്ക് അവിടെ ബാർഗെയിൻ ചെയ്ത് അവരുടെ വേജ് കൂട്ടി വാങ്ങാലോ, വാങ്ങാൻ പറ്റില്ലേ? പറ്റുമോ? അപ്പൊ എപ്പോഴും ഇവിടെ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഒരു ലേബർ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുമായി ബന്ധപ്പെട്ട ഒരു വേജ് അല്ലെങ്കിൽ സാലറി അവരുടെ ഫിക്സ് ചെയ്യുന്നത്. മനസ്സിലായോ? എപ്പോഴും ആ ഒരു തൊഴിലിന്റെ ഡിമാൻഡ് അതിനനുസരിച്ച് അവിടെ ലേബേഴ്സിനെ എത്രത്തോളം കിട്ടാനുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വേജ് ആൻഡ് സാലറീസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് അതിൽ കൂടുതൽ ലേബേഴ്സ് ഉണ്ടെങ്കിൽ, കൂടുതൽ ലേബേഴ്സിന് അതിന് കിട്ടുമെങ്കിൽ അവിടെ ലോവർ വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുക. അതേസമയം ഒരു സ്കിൽഡ് ലേബറുടെ കേസ് ആവുമ്പോൾ അവിടെ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനില്ല. നമ്മുടെ ഒരു 5 പേരെ വേണമെങ്കിൽ 5 പേരെ നമുക്ക് കിട്ടാൻ ഭയങ്കര റെയർ ആണെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവരുടെ വേജ് എന്ന് പറയുന്നത് ഹയർ ആയിട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ലേബർ മാർക്കറ്റ്. ഓക്കെ, പഠിച്ചു നോക്കാം. കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് കേട്ടോ അടുത്തത്, നമ്മുടെ ജീവിത ചെലവ്. അതായത് നെക്സ്റ്റ് ഇൻ ഇമ്പോർട്ടൻസ് ടു ദ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ്. നമ്മുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേജ് അല്ലെങ്കിൽ കോമ്പൻസേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. This matter is a criterion during period of rising prices, but it is forgotten when prices are stable or falling. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ വിലക്കയറ്റമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത്തരത്തിൽ കാലഘട്ടങ്ങളിൽ ഇത് ഒരു മാനദണ്ഡമായിട്ട് മാറാറുണ്ട്. അപ്പൊ അത്തരം വിലക്കയറ്റം ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രൈസ് റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈസ് ഉയരുന്ന സമയങ്ങളിൽ, ഓരോന്നിന്റെയും വിലയ്ക്ക് ഉയരുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആവശ്യമായിട്ടുള്ള ഒരു മിനിമം വേജോ കോമ്പൻസേഷനോ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഈ പറയുന്ന അവരുടെ ആ ഒരു കോമ്പൻസേഷനുകളിൽ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ വർധനമോ ഒക്കെ വരുത്താറുണ്ട്. when prices are stable or falling. പക്ഷേ ആ ഒരു പ്രൈസസ് നമ്മൾ ആ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നവരെ കിട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ അത് കഴിഞ്ഞൊക്കെ ആ ഒരു പ്രൈസസും കാര്യങ്ങളും അവരുടെ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട പ്രൈസസും കാര്യങ്ങളും അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ കുറയുകയാണ്, കൂടുമ്പോഴാണ് പ്രശ്നം, കുറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ വിട്ടുകളയാനാണ് പതിവ്. When the cost of living is rise and is required to be remunerated by payment of dearness allowance
basic pay to continue uninterrupted. അപ്പൊ ഇത്തരത്തില് the cost of living is rise, നമ്മുടെ ആ ഒരു ജീവിത ചെലവ് വർദ്ധിക്കുകയാണെങ്കിൽ ഉയർന്നു വരികയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ് ഡിയർനെസ് അലവൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ, ജീവിത ചെലവ് അലവൻസ് ആണെന്നുള്ളത്. ഡിയർനെസ് അലവൻസ് കൊടുക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേസിക് പേ ടു കണ്ടിന്യൂ അൺഇന്ററപ്റ്റഡ്, അവരുടെ ആ ഒരു അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസിക് പേ എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുന്നില്ല, അതിന് ഒരു തടസ്സമില്ലാതെ ആ ഒരു ബേസിക് പേ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് തുടരുകയും അവരുടെ ആ ഒരു യഥാർത്ഥ വേതനത്തെ സംരക്ഷിക്കുകയും അതുകൂടാതെ അവരുടെ ജീവിത ചെലവിന് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ ഒരു പേയ്മെന്റ് പോലെ എന്താണ് അവർക്ക് ഒരു പ്രതിഫലം ഈ ഒരു ഡിയർനെസ് അലവൻസ് പോലെയുള്ള രീതിയിൽ കൊടുക്കുകയും ചെയ്യും. അത് ആ ഒരു ജീവിത ചെലവ് വർദ്ധിക്കുമ്പോഴാണ്. കാരണം എന്താണ് വിലക്കയറ്റങ്ങൾ ഉണ്ടാവാം, പല സാധനങ്ങളുടെയും വിലക്കയറ്റവും അത്തരത്തിലുള്ള കാലഘട്ടങ്ങൾ വരുമ്പോഴാണ് ഇതിന് പ്രാധാന്യം ഉണ്ടാവുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കോമ്പൻസേഷൻ പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളും കാര്യങ്ങളും അവരുടെ ബേസിക് പേ കൂടാതെ അവർക്ക് നൽകുകയും അതിനനുസരിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയം ആ പ്രൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിലക്കയറ്റം ഒന്നും ഉണ്ടാവുന്നില്ല, പേയ്മെന്റും പ്രൈസും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ കുറവായിട്ടാണ് കുറഞ്ഞു വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു അലവൻസുകളോ ബെനിഫിറ്റ്സോ ഒന്നും കൊടുക്കുകയും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ വരെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം കേട്ടോ. കോസ്റ്റ് ഓഫ് ലിവിംഗ് വരെ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്ക് ആയിരിക്കുമല്ലോ ക്ലാസ് വരിക. അപ്പൊ ഒന്ന് വായിച്ചിട്ട് വരാം, ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോർഷൻസ് എടുക്കാനുണ്ട്, എടുക്കാനില്ലാന്നല്ല പറയുന്നത്. മിസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുത്ത ഫസ്റ്റ് ചാപ്റ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, അതിൽ എന്തെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ട്സുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടോ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ്സിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പോർഷൻസ് കഴിയുന്നതിനനുസരിച്ച് മിസ് ആ ഭാഗം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നമുക്ക് റിവിഷൻ പോലെയോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് നോക്കിയിട്ട് വരണേ. നെക്സ്റ്റ് വീക്കിലേക്ക് ആവുമ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക് യു.